ആളാണ്. ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ് സാർ. എനിക്ക് നീതി വേണം സാറേ, എനിക്ക് നീതി വേണം സാറേ, എനിക്ക് നീതി വേണം, എനിക്ക് നീതി. സാറേ ഞാൻ ആദ്യം വന്ന് എനിക്ക് നീതി വേണം സാറേ, എനിക്ക് നീതി വേണം. എനിക്കാണ് നീതി വേണ്ടത് സാറേ. നിങ്ങക്ക് നീതി തരാൻ ഞാൻ നീതി സ്റ്റോർ നടത്തുവാണോ? ആണോ? അല്ല, ഞാൻ വന്ന വഴിയെ നീതി തന്നെയാ. എന്റെ എൻട്രി പഞ്ച് അങ്ങ് പോകത്തില്ലേ? ഞാനൊരു റീ എൻട്രിയിൽ വന്നേ ഉള്ളൂ, അത് കൊളമാണ്. നിങ്ങൾ ഇവരെയാണോ വക്കീലായിട്ട് തിരഞ്ഞെടുത്തേക്കണേ? കൊളമാക്കും കേട്ടോ ഇവര് രണ്ടുപേരും കൂടെ. കഴിഞ്ഞ ദിവസേ അപ്പുറത്തെ കോടതിയിൽ ഒരു സംഭവം ഉണ്ടായി. ഒരു പീഡന കേസ് 2 വക്കീലന്മാർ വാദിച്ച് ലാസ്റ്റ് ജഡ്ജി 1-ാം പ്രതി. അതുകൊണ്ട് എനിക്ക് പേടിയാ നിങ്ങളുടെ മുമ്പിൽ. എത്ര നാളുകൊണ്ട് ഈ സുഗുണം വക്കീലിനെ കാണുന്നത്? അങ്ങനൊക്കെ വരുവോ? സ്വന്തം മാതാപിതാക്കളെ തല്ലിക്കൊന്ന മാനെ അനാഥനാന്നും പറഞ്ഞ് ജാമ്യം കൊടുത്തവനല്ലേ എനിക്ക്? അല്ലേ? മിണ്ടോ താഞ്ചിരിക്കണ്ട. നാടൻ പാട്ടുകാരനാക്കിയവനാണ് ഈ കക്ഷി. മിണ്ടോ. ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. തരുന്ന പോയിന്റുകൾ അല്ലാതെ കൈയിൽ നിട്ടെങ്കാനും പറഞ്ഞ അറിയാലോ എന്റെ സ്വഭാവം. അതെ, ചെറുതാ. കൈയിൽ നിട്ട് ആരും പറയണ്ട, കറക്റ്റ് സാധനം മാത്രം പറഞ്ഞാൽ മതി. കഴിക്കാൻ പറ്റി. കഴിഞ്ഞ മാസം ഒരു വാദം ഉണ്ടായിരുന്നു. ഈ വാദം ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞപ്പോ എന്റെ കയ്യിൽ ഒരു കൊതുക് അങ്ങ് വന്നിരുന്നു. ഒന്നാമത് കേട്ട് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുക. ദേഷ്യവും സങ്കടവും വിഷമവും കൂടെ ഞാൻ ആ കൊട്ടടി വെച്ചോ ഒറ്റ അസ്ഥി അങ്ങ് പൊട്ടിപ്പോയിരുന്നു. കൊതുകിനെ അവിടെ ഇരിക്കുന്ന അസ്ഥി കൊതുകിനല്ലെന്ന് കൈപ്പത്തിയുടെ അസ്ഥി അങ്ങ് പൊട്ടി. ഇതുകൊണ്ട് ആശുപത്രി ചെന്നു എക്സ്റേ എടുക്കാനായിട്ട്. ചെന്ന് കഴിഞ്ഞപ്പോ നേഴ്സിനോട് ചോദിക്കുക, കൊതുകിന്റെ ടാറ്റു അടിച്ചിട്ടുണ്ടോ? അത് ഇവിടെ ഒരു കൊതുക് വന്ന് കൊട്ടോടിക്ക് ഇങ്ങനെ അടിക്കുക. 1 കിലോമീറ്റർ അകലെ നിന്ന് വാദിച്ചാൽ മതി കേട്ടോ, ഏത് സമയം അടി വരും. അപ്പൊ തുടങ്ങാം. കൂട്ടിക്കറി